പാലോട് രവിയുടെ വിവാദ പ്രസ്താവനയിൽ നടപടിയെടുക്കുന്നതിൽ നിർണായകമായത് KPCC നേതൃത്വത്തിന്റെ ഉടനടിയുള്ള ഇടപെടൽ. LDF-ന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന പാലോട് രവിയുടെ പ്രസ്താവന തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയാണ് അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇടപെട്ട് രാജി എഴുതി വാങ്ങിയത്. പാർട്ടിയിൽ അച്ചടക്ക ലംഘനം വെച്ചുപൊറുപ്പിക്കില്ലെന്ന സന്ദേശമാണ് പാലോട് രവിയുടെ രാജിയിലൂടെ നേതൃത്വം നൽകുന്നത്. തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് KPCC നേതൃത്വം പുത്തൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ പാലോട് രവിയുടെ പ്രസ്താവന. LDF-ന് ഭരണ തുടർച്ചയെന്ന പരാമർശം തിരിച്ചടിയാകുമെന്ന് കണ്ടതോടെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നേരിട്ടിടപെടുകയായിരുന്നു. വിശദീകരണം പോലും തേടാതെയാണ് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെക്കാൻ പാലോട് രവിയോട് നേതൃത്വം ആവശ്യപ്പെട്ടത്. രാജിവൈകിയാൽ വിവാദം ആളിക്കത്തുമെന്ന് നേതൃത്വം മനസ്സിലാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും മുന്നൊരുക്കങ്ങളെ ഇത് ബാധിച്ചേക്കുമെന്നും ആശങ്കപ്പെട്ടു. അച്ചടക്ക ലംഘനം വച്ചുപുറപ്പിക്കില്ലെന്ന കൃത്യമായ സന്ദേശം കൂടിയുണ്ട് പാലോട് രവിയുടെ രാജിയിൽ. പ്രധാന നേതാക്കളുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് രാജിവെക്കാൻ നിർദ്ദേശിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും എന്നായിരുന്നു പാലോട് രവിയുടെ പ്രസ്താവന. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലായിരുന്നു ഈ വിവാദ പരാമർശങ്ങൾ. ടെലിഫോൺ സംഭാഷണം ചോർന്നതോടെയാണ് പാലോട് രവിയും കോൺഗ്രസും വെട്ടിലായത്. അപ്രതീക്ഷിതമായി കസേര തെറിച്ചതോടെ പാലോട് രവിയുടെ തുടർ നീക്കത്തിൽ നേതൃത്വത്തിനും ആകാംക്ഷയുണ്ട്. പാലോട് രവിക്ക് ഉടൻ പകരക്കാരനുണ്ടായേക്കില്ലെന്നാണ് സൂചന. DCC പൊതുസംഘടനയുടെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഒരുമിച്ച് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കാനാണ് KPCC ആലോചിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.